അധ്യക്ഷൻ ശ്രീ എം കെ ദാസൻ, പ്രിയപ്പെട്ട പ്രൊഫസർ ജെയിംസ്, സഹദേവൻ, മറ്റ് വേദിയിലിരിക്കുന്ന സഖാക്കളെ, മറ്റുള്ളവരെ, തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടി അത് കാഴ്ചയിൽ ചെറുതാണെന്ന് തോന്നാമെങ്കിൽ പോലും സംഘടിപ്പിച്ച ജാതി ഉന്മൂലന പ്രസ്ഥാനത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അതിന് സ്വാഭാവികമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിന് പറ്റിയതല്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലും റിസ്ക് എടുത്തുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് ആ അഭിനന്ദനം അർപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിനെ പറ്റി പ്രൊഫസർ ജെയിംസ് വളരെ നന്നായി ഇവിടെ അവതരിപ്പിച്ചു. നമ്മുടെ ആ പാരമ്പര്യ ഭ്രാന്ത്, നമ്മുടെ പാരമ്പര്യത്തിലുള്ള എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഭ്രാന്ത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 20 വർഷം മുമ്പ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബലാത്സംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കളോ മതമേധാവികളോ ഒരു ബലാത്സംഗം നടത്തിയാൽ 10,000 തെരുവിലിറങ്ങുമായിരുന്നു. നിർഭയ ഉദാഹരണം. കേരളത്തിലും അതുപോലെ എത്രയെത്ര നിർഭയകൾ ഉണ്ടായിട്ടുണ്ടോ. എവിടെയെല്ലാം 1000 10,000 സമരത്തിൻ്റെ രംഗത്തേക്ക് വന്നു. പുതിയ നിയമങ്ങളുണ്ടായി, ഭരണകൂടം വരണ്ടു. ഇത് 20 കൊല്ലം മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രമാണെങ്കിൽ, ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ട് അതിർത്തിയിൽ ഒരു സ്ഥലത്ത് ഏതാണ്ട് 400-500 അതിനപ്പുറം ആളുകൾ കാണാതായിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. കൃത്യമായി തെളിവുകൾ വരുന്നു. കേരളത്തിൽ ഒരു പ്രകടനമെങ്കിലും നടന്നതായി എനിക്കറിയില്ല. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ വിരലിലെണ്ണാവുന്ന ആൾക്കാർ പങ്കെടുത്ത കാര്യങ്ങൾ, ചില ഓൺലൈൻ പരിപാടികൾ, അതിലൊക്കെ 1-2 ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അപ്പോൾ RSSൻ്റെയും BJPയുടെയും ഭരണത്തിന് കഴിഞ്ഞ 10-12 കൊല്ലം കൊണ്ട്, അത് ഭരണത്തിൽ വരുമ്പോൾ മാത്രമല്ല, അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു കാലഘട്ടം കൊണ്ട് പോലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണത്. കാരണം പണ്ട് ഒരാൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ചരിത്രം, അയാളുടെ വേദനയുടെ ചരിത്രം, കുടുംബത്തിൻ്റെ വേദനയുടെ ചരിത്രം, സമൂഹത്തിൻ്റെ വേദനയുടെ ചരിത്രം, ഇങ്ങനെ നമ്മൾ അതെല്ലാം ചർച്ച ചെയ്യുമായിരുന്നു. ഇന്ന് 400-500-1000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അതൊരു കണക്കിൻ്റെ കാര്യമാണ്. പക്ഷേ ഇന്ന് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുക, ഓൺലൈൻ മീഡിയകൾ നോക്കുക, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ നടത്തുന്ന ഗൂഢാലോചന മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവിടെ ചാനലുകൾ വരുന്നു. അവരെല്ലാവരും പ്രതിരോധത്തിൻ്റെ ആ വാദങ്ങൾ മുൻനിരയിൽ നിർത്തുന്നു. എങ്ങും പ്രതിഷേധമില്ല, സ്വസ്ഥം സുഖം. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചുരുക്കി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള ഒരു ദശാബ്ദം, അതിൽ തന്നെ കഴിഞ്ഞ ഏറ്റവും സ്പെസിഫിക്കായി ഒരു 4-5 കൊല്ലം, പ്രത്യേകിച്ചും പുതിയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷമുള്ള ഇന്ത്യ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, ആ സിലബസിലാകട്ടെ, കരിക്കുലത്തിലാകട്ടെ, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആ രീതി, പെഡഗോഗിയിലാകട്ടെ, ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെ നാമാക്കി മാറ്റിയ, അത് ആ നമ്മൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരളവ് വരെയെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒരു ജനാധിപത്യ പൗരന് ജന്മം നൽകിയിരുന്നു. ആ ജനാധിപത്യ പൗരന് ഒരളവ് വരെയെങ്കിലും സൃഷ്ടിച്ചെടുത്തത് എന്തെല്ലാമാണോ അതിനെ എല്ലാത്തിനെയും നിരാകരിക്കുക, അതിനെ എല്ലാത്തിനെയും കട്ട് ചെയ്യുക, അതിനെ എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലെ എല്ലാ വൃത്തികേടുകളെയും, ഏതെങ്കിലും വൃത്തികേടുകളുണ്ടെങ്കിൽ അതിനെയെല്ലാം പ്രതികരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ എല്ലാത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് ആ വൃത്തികേടിൻ്റെ കൂമ്പാരക്കുണ്ടിനുള്ളിലേക്ക് പോയി ഒളിക്കുക. ഇതാണ് കഴിഞ്ഞ 5
ആണ്ടുകളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സിലബസ് പരിഷ്കരണത്തിനകത്തുകൂടി വരുന്നത്. നാം ആക്കിയ ആ സമരം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനം എവിടെ നിന്നാണ് വരുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എത്ര ഭാരതീയത പറഞ്ഞാലും ശരി, ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഭിന്നതകളിൽ, ഇന്ത്യയിൽ ഹിന്ദുത്വം തീർത്ത ഭിന്നതകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് പോലും ഭരണം ഉറപ്പിക്കാൻ സാധിച്ചത് എന്നത് ആർക്കാണ് നിരാകരിക്കാൻ പറ്റുന്നത്? നേരെ മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ച് ഐക്യപ്പെടുത്തിക്കൊണ്ടുവന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരം ജനാധിപത്യത്തിൻ്റെയും പൗരബോധത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാനസികാവസ്ഥയുടെയും ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. അതിനകത്ത് പരിമിതികളില്ലായിരുന്നു എന്നല്ല പറയുന്നത്, പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരളവ് വരെയെങ്കിലും ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രംഗത്ത് വരികയും ഇന്ത്യൻ വിദ്യാഭ്യാസം എല്ലാ പരിമിതികൾക്കും ശേഷവും ഏതാണ്ട് ഒരളവ് വരെ ലോക നിലവാരത്തിലേക്ക് വരികയും ചെയ്തു. ഈ കാര്യങ്ങളെ ഇന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിന് കാരണവുമുണ്ട്. കാരണം ഇന്ന് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന സംഘടന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അവർക്ക് അന്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി വധത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് മാത്രമല്ല, ഗാന്ധിയെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഗാന്ധി അവർക്ക് അധികപ്പറ്റാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സൃഷ്ടിച്ച മറ്റ് നേതാക്കന്മാർ, അത് ഭഗത് സിംഗ് ആകട്ടെ, ചന്ദ്രശേഖർ ആസാദ് ആകട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവധാരയുടെ പ്രതിനിധികളാകട്ടെ, അല്ലെങ്കിൽ ജനാധിപത്യ ധാരയുടെ പ്രതിനിധികളാകട്ടെ, ഇവരൊക്കെ തന്നെ ഇന്നത്തെ ഭരണാധിപന്മാർക്ക് അന്യം നിന്നുപോയ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിന് സിലബസിൽ നിന്ന് എടുത്തു കളയുക, അത് ഒറ്റയടിക്ക് എടുത്തു കളയാൻ പറ്റുന്നില്ല എങ്കിൽ, കാരണം അതിന് പ്രതിഷേധമുണ്ടാകും. അങ്ങനെ പ്രതിഷേധം വരികയാണെങ്കിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ചരിത്രത്തിനെ വളച്ചൊടിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട്, ഒരു വ്യാഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇത് ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഉദാഹരണം എടുത്തു നോക്കുക. ശാസ്ത്രത്തിൽ എന്തെല്ലാമാണ് സിലബസിൽ നിന്ന് വേണ്ടാന്ന് വച്ചിരിക്കുന്നത്? ശാസ്ത്രത്തിൽ നിന്ന് ഡാർവിനിസം ഒഴിവാക്കിയിരിക്കുന്നു, മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടിക ഒഴിവാക്കിയിരിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും ഒഴിവാക്കിയിരിക്കുന്നു. കാരണം എന്താണ്? കാരണം ഡാർവിൻ പറയുന്നത് ജീവജാലങ്ങൾ ഉത്ഭവിച്ചത് പരിണാമത്തിലൂടെയാണ് എന്നതാണ്. അപ്പോൾ ഡാർവിനിസം ഒരു മുഴുവൻ സിദ്ധാന്തമായി വന്നു. ഏതാണ്ട് ആവർത്തന പട്ടികയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. കാരണം ആവർത്തന പട്ടിക പ്രകൃതിയുടെ ആ മാറ്റത്തിൻ്റെ ഒരു ചരിത്രത്തിനെയാണ് കാണിക്കുന്നത്. ഭാരം കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണ് മൂലകങ്ങൾ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് പുതിയ മൂലകങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികവാദപരമായ ഒരു വിശദീകരണമാണ് അത് നൽകുന്നത്. ഈ രണ്ട് കാര്യങ്ങളെയും സയൻസിൽ സിലബസിൽ നിന്ന് എടുത്തു മാറ്റി, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെടുത്ത് അതിൻ്റെയും ചരിത്രത്തിൽ കുറേ സാധനങ്ങൾ എടുത്തു മാറ്റി. ഇതിൻ്റെ കാരണം എന്താണ്? കാരണം RSS മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിവാദമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം സൃഷ്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ആ ചരിത്രം മാത്രം വിശദീകരിച്ചാൽ മതി. ഇവിടെ പോലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈവൻ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിൽ പോലും ഈ കാര്യങ്ങൾ പഠിപ്പിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഉള്ള ചില പ്രത്യാഘാതങ്ങളും കൂടി അതിനുണ്ട്. ഇതും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. 2008 അമേരിക്കയിൽ ആരംഭിച്ച് 2007 അവസാനം അമേരിക്കയിൽ ആരംഭിച്ച് ലോകമാസകലം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത സാമ്പത്തിക പ്രതിസന്ധി, അത് രണ്ടാം ലോകയുദ്ധത്തിന് കാരണമായ 1928 പ്രതിസന്ധിക്ക് ശേഷം ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയായി വിലയിരുത്തപ്പെടുന്നു. അതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെൻറ് അന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വച്ചു. അപ്പോൾ ഈ കമ്മീഷനെ വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ചൈനയെ പോലുള്ള ചില രാജ്യങ്ങളിൽ അന്ന് ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? ആ സാമ്പത്തിക പ്രതിസന്ധി ഭാവിയിൽ ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, അന്വേഷിക്കേണ്ടുന്ന വിഷയങ്ങൾ. അവർക്ക് അത് കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. കാരണം സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും അന്നത്തെ കമ്മീഷൻ നടത്തിയ ശുപാർശകളിൽ ഒന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഡാർവിനിസം പഠിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം പല അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും ഡാർവിനിസം പഠിപ്പിക്കേണ്ട എന്നത് 1960കളുടെ അവസാനം നടന്ന ഒരു കേസിൻ്റെ പരിണത ഫലമായി മാറ്റിവച്ചിരുന്നു. ഡാർവിനിസം പഠിപ്പിക്കുന്നത് ചില യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്നു, പക്ഷെ താഴ്ന്ന പ്രാധാന്യത്തോടുകൂടി ഒട്ടനവധി യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിച്ചിരുന്നില്ല. ഈ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഡാർവിനിസം പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു നിർദ്ദേശം അമേരിക്കൻ സർക്കാരിന് മുമ്പാകെ വെച്ചത്? ഈ കമ്മീഷൻ കണ്ടെത്തിയ കാര്യം വളരെ വിഭിന്നമായ, വളരെ വ്യത്യസ്തമായ ആശയധാരകൾ തമ്മിലുള്ള സംഘട്ടനങ്ങളില്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ബൗദ്ധിക ശേഷി മുഴുവൻ താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബൗദ്ധിക മണ്ഡലത്തിൽ നടക്കുന്ന ഈ സംഘട്ടനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ആ സമൂഹത്തിനെ ബൗദ്ധികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമേരിക്കൻ വിദ്യാഭ്യാസ പദ്ധതി ഡാർവിനിസം ഒഴിവാക്കിയത് വഴി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കൂട്ടം മണ്ടന്മാരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ആ സ്ഥാനങ്ങൾ ഒക്കുപ്പൈ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ, മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിലെത്തുന്നു. അവിടുത്തെ നാസയും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളും ഉൾപ്പെടെയുള്ള അതിൻ്റെയൊക്കെ തൊഴിൽ സേനകളുടെ പലയിടത്തും 1/3 ഇന്ത്യക്കാരും പകുതിയിലധികം മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായി മാറ്റുന്നു. ആ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പരാജയത്തിൻ്റെ കാരണത്തിനെ പറ്റിയാണ് അന്നത്തെ ആ കമ്മീഷൻ ഇവിടെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതുകൂടെ പശ്ചാത്തലത്തിൽ വച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നിന്ന് ഡാർവിനിസം ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കേണ്ട, പകരം RSSൻ്റെ സൃഷ്ടിവാദം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആവർത്തന പട്ടിക പഠിക്കേണ്ട, കാരണം പ്രകൃതിയെ സംബന്ധിച്ചുള്ള ഭൗതികവാദപരമായ വിശദീകരണത്തിൻ്റെ ആവശ്യകത ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഇതിനകത്ത് വർഗീയവൽക്കരണവും ഫാസിസ്റ്റ് വൽക്കരണവുമുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഉപോത്ബലകമായ രീതിയിൽ ഒരു സമൂഹത്തിനെ മുഴുവൻ മന്ദബുദ്ധികളാക്കി മാറ്റുക, പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാൻ ശേഷിയില്ലാത്തവരായി, ശാസ്ത്രം ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്തവരാക്കി മാറ്റിയെടുക്കുക, ഇങ്ങനെയുള്ള ഒരു അജണ്ട കൂടിയുണ്ട്. തീർച്ചയായിട്ടും അത് ഫാസിസ്റ്റ് വൽക്കരണത്തിന് ഉപോത്ബലകമായി പോകുന്നതാണ് എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യം. അതേസമയം നിങ്ങൾ വീണ്ടും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോൾ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വലിയ ആൾക്കാർ, കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ ഇന്ത്യൻ വിദ്യാഭ്യാസം ഇത്തരത്തിൽ മണ്ടന്മാരെ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം വലിയൊരളവ് വരെ തിരിച്ചറിയുകയും ഇന്ന് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ്, അത് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ, അമേരിക്കയാകട്ടെ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ, ഈ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നത്. ഇതാർക്കും തർക്കമുള്ള കാര്യമല്ലല്ലോ. ഇന്ന് ദശലക്ഷങ്ങളാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് പോകുന്നത്? കാരണം ലോകവ്യാപകമായി വിലയിരുത്തപ്പെടുന്നു, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഇടിഞ്ഞു വരുന്നു. ഇവിടെ ഇത് നല്ല തൊഴിലാളികളെ പോലും സൃഷ്ടിക്കുന്നതിന് ഉതകാൻ പറ്റാത്തതാണ്. അതിനേക്കാൾ താഴെ അളവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്ന് മന്ദബുദ്ധികളെ സൃഷ്ടിക്കുന്ന, ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ നിന്ന് എന്താണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സിലബസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്? ചരിത്രത്തിൽ നിന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ചരിത്രം, അത് മുഗളന്മാരുടെ ചരിത്രമാകട്ടെ, മറ്റ് ഏതെങ്കിലുമൊക്കെ മേഖലയിലുള്ള ഇസ്ലാമിക ചരിത്രമാകട്ടെ, അത് മുഴുവൻ മാറ്റപ്പെടുന്നു. ഇന്ത്യയിലെ ദളിതുകളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ദളിതുകളുടെ സമരത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്, അത് മുഴുവൻ റിമൂവ് ചെയ്യപ്പെടുന്നു. ലോക ചരിത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം, ഇത്തരത്തിൽ വിപ്ലവകരമായ എന്ത് ചരിത്രമുണ്ടെങ്കിലും ശരി, അത് ഒന്നുകിൽ അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു, ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. പകരം ഇവിടെ ഈ സ്ഥാനങ്ങളെല്ലാം പശുവിൻ്റെ ചരിത്രവും അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ക്രമേണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലൂടെ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന
ചെയ്തിരിക്കുന്നത് മന്ദബുദ്ധികളായ RSSന് പറ്റിയ അവരുടെ തത്വചിന്ത സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അന്ധത ബാധിച്ച ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക. ആ തലമുറയ്ക്ക് എന്ത് വിദ്യാഭ്യാസമാണോ വേണ്ടത് അത് മാത്രം അവർക്ക് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് അവർ പഠിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അഥവാ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് വളരെ വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല ആ മതിയായ രീതിയിൽ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രൊഫസർ ജെയിംസ് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പേരുള്ള പാർട്ടികൾ അവരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വിലയിരുത്താവുന്നതാണ്. പക്ഷേ ഈ പാർട്ടികളും അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ കേഡർ ഫോഴ്സിൽ വലിയൊരു വിഭാഗം ഹിന്ദുത്വ അല്ലെങ്കിൽ RSS പ്രത്യയശാസ്ത്രം പേറുന്ന ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. 2020 ഈ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ ആ പുതിയ വിദ്യാഭ്യാസ നയം അതിൻ്റെ പെഡഗോഗിക്കൽ സങ്കല്പമായി കൺസ്ട്രക്റ്റിവിസം ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ അതിൻ്റെ പെഡഗോഗിക്കൽ സംഭവമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2020 ഇന്ത്യ ഗവൺമെൻറ് അത് കൊണ്ടുവരുന്നത്. പക്ഷേ ആ കൺസ്ട്രക്റ്റിവിസം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. അത് നടപ്പിലാക്കുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പാർട്ടിയാണ്. എന്താണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്? അടിസ്ഥാനപരമായി അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ മനുഷ്യൻ്റെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ വിജ്ഞാന സമ്പാദനം നേടുന്നതുമായി ബന്ധപ്പെട്ട് ഭൗതികവാദപരമായ എന്തൊക്കെ ധാരണകളാണോ നേടിയിട്ടുള്ളത് ഈ ധാരണകളെ മുഴുവൻ നിരാകരിക്കുക. അവിടെ ഉത്തരാധുനികതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ദർശനത്തിനെ പുനഃസ്ഥാപിക്കുക. ഇതാണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്? അത് ഒരു പഞ്ചസാര പൊതിഞ്ഞ മുട്ടായി പോലെയാണ് വരുന്നത്. പഞ്ചസാരയ്ക്ക് ഉള്ളിൽ വിഷമാണ്, ഭയങ്കര കയ്പാണ്. അതുകൊണ്ട് അത് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ കളികളിലൂടെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചതാണ്, വിദ്യാഭ്യാസം പാൽപ്പായസമാക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇത് ആദ്യത്തെ എന്തോ കണ്ടുപിടുത്തമാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ 1800 മുതൽ ലോകത്ത് പല രാജ്യങ്ങളിലും പല സമയത്തായി ഏറ്റവും കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും പല രീതിയിൽ, അത് അമേരിക്കൻ ഐക്യനാടുകളിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ആസ്ട്രേലിയയിലാകട്ടെ, കാനഡയിലാകട്ടെ, നടപ്പിലാക്കി പരാജയപ്പെടുകയും ചെയ്ത ഒരു സംവിധാനമാണ് അതിനകത്തൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. 1969-70 പീരീഡുകളിൽ ഈ രണ്ട് വിദ്യാഭ്യാസ ദർശനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 10,000-കണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശോധനയും പ്രോജക്റ്റ് ഫോളോ ത്രൂ എന്നാണ് അതിൻ്റെ പേര് നടത്തുകയുണ്ടായി. ആ പരിശോധനയിലൂടെയും തെളിഞ്ഞത് ഈ ജ്ഞാനനിർമ്മിതിവാദം ഒരു തത്വചിന്താപരമായ തട്ടിപ്പ് എന്നുള്ളതിനപ്പുറം അതിനപ്പുറത്തേക്ക് അതിനൊരു വിദ്യാഭ്യാസ ദർശനം എന്ന നിലയിൽ അതിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, അല്ലെങ്കിൽ അതൊരു പരാജയമാണ് എന്നതാണ്. ഈ ജ്ഞാനനിർമ്മിതിവാദത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പരിപാടി നടത്തുന്നത് ജാതി ഉന്മൂലന സമിതിക്കാരാണ്. ഈ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളിലൂടെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സങ്കല്പങ്ങളിലൊന്ന് മനുഷ്യൻ ശാസ്ത്രീയ വിദ്യാഭ്യാസം പടിപടിയായി നേടണം എന്നുള്ളത് മാറ്റിക്കൊണ്ട് ആ വിദ്യാഭ്യാസത്തിനെ പ്രാദേശികപരമാക്കുക. പ്രാദേശികമായ അറിവുകൾ, പ്രാദേശികമായ ഭാഷകൾ, പ്രാദേശികമായ സംസ്കാരം ഈ രീതിയിലേക്ക് കൊണ്ട് ചുരുക്കുക. അതിൻ്റെ വലിയ സിദ്ധാന്തങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രാദേശികമായ സംഗതികളിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ്. ഈ പ്രാദേശികമായ കാര്യങ്ങളിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ പ്രാദേശിക സാമൂഹ്യ ജീവിതം ആ അർത്ഥത്തിൽ ജനാധിപത്യപരമല്ല എന്നതാണ്. അവിടെ ജാതികളുണ്ട്, മതങ്ങളുണ്ട്, അടിച്ചമർത്തലുകളുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള അടിച്ചമർത്തലും അസമത്വങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പ്രാദേശിക ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രാദേശിക ജീവിതത്തിനെ, പ്രാദേശിക സമൂഹത്തിനെ ഒരു ശാസ്ത്രീയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതി. അല്ലെങ്കിൽ അതാണ് വിദ്യാഭ്യാസമാകേണ്ടത്, അതാണ് ജനാധിപത്യ വിദ്യാഭ്യാസമാകേണ്ടത്. പകരം ഇവിടെ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ ദർശനത്തിലൂടെ
കൂടെ മുന്നോട്ട് വച്ച സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ പ്രാദേശികതയിലേക്ക് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുക. പ്രാദേശികതയാണെല്ലാം. പ്രാദേശിക ഭാഷ, പ്രാദേശിക സംസ്കാരം, ഇതെല്ലാം തന്നെ ഇത്തരം പിന്തിരിപ്പനായ സങ്കല്പങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് തത്വചിന്തയെ വളച്ചൊടിച്ചുകൊണ്ടാണ്. തത്വചിന്തയെ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ്? തത്വചിന്തയെ വളച്ചൊടിക്കുന്നത് ആദ്യമായി ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ആദ്യം അടച്ചാക്ഷേപിക്കുക. എല്ലാം ഓർമ്മശക്തിയാണ്, എല്ലാവരും കാണാതെ പഠിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു തട്ടിപ്പുണ്ടാക്കി അത് പട്ടിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആദ്യം പട്ടിയെ പേപ്പട്ടി എന്ന് വിളിക്കണം. ഈ രീതിയിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിനെതിരെ അതിന് പരിമിതികളില്ലായിരുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിന് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഏതുവരെയാണോ ജനാധിപത്യ അവസ്ഥ ഉണ്ടായിരുന്നത്, ജനാധിപത്യപരമായ ഒരു അന്തസത്ത ഉണ്ടായിരുന്നത്, അതിനെ ആദ്യം പേപ്പട്ടിയാക്കി. അത് കാണാതെ പഠിക്കൽപ്പെടലായി. അപ്പോൾ കാണാതെ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം ഓർമ്മയും ബുദ്ധിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇതിനെപ്പറ്റി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെസ്സ് കളിയെ ബുദ്ധിയുടെ കളി എന്നാണ് പറയുന്നത്. അപ്പോൾ ചെസ്സ് കളിയെ മാനദണ്ഡമായി എടുത്തുകൊണ്ട് 1920കളിൽ ഡീഗ്രൂട്ട് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ 20 വർഷം നീണ്ടു നിൽക്കുന്ന, 20 മുതൽ 40 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ഗവേഷണം നടത്തി. ഈ ചെസ്സ് കളിയിൽ എങ്ങനെയാണ് അത് ബുദ്ധിമാന്മാരെ സൃഷ്ടിക്കുന്നത്? കാരണം ചെസ്സ് കളി ബുദ്ധിമാന്മാരുടെ കളിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ബുദ്ധിയിൽ വളരെ കുറവല്ലാത്ത തുടക്കക്കാർ ചെസ്സ് കളിയിൽ വിജയിക്കാറില്ല. പക്ഷേ ഗ്രാൻഡ് മാസ്റ്റർമാർ, വലിയ കളിക്കാർ വിജയിക്കാറുണ്ട്. ഇതാണ് അന്വേഷണത്തിൻ്റെ വിഷയം. 40 കൊല്ലം നീണ്ടു നിന്ന ഗവേഷണം. ഈ 40 കൊല്ലം നീണ്ടു നിന്ന ഗവേഷണത്തിലൂടെ അദ്ദേഹം സ്ഥാപിക്കുന്നത് ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഓർമ്മയുടെ ഒരു പ്രതിഫലനമാണ്. ബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുമ്പോഴാണ് അവിടെ ബൗദ്ധിക ശേഷി ഉണ്ടാകുന്നത്. അദ്ദേഹം അന്നത് കൃത്യമായി നമ്പറിട്ട് കൊണ്ട് പറഞ്ഞു, ഒരു ചെസ്സിൻ്റെ ഒരു വലിയ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1,00,000-ഓളം വരുന്ന ചെസ് ബോർഡ് കോൺഫിഗറേഷൻസ്, ചെസ് ബോർഡിൽ എങ്ങനെ കാര്യങ്ങൾ നിരക്കുന്നു എന്നുള്ളത് അയാളുടെ തലച്ചോറിൽ ഓർമ്മയായി സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രാൻഡ് മാസ്റ്റർമാർ വിജയിക്കുന്നത്. അല്ലാതെയാണെങ്കിൽ കുട്ടികൾ വിജയിക്കുമായിരുന്നു. കാരണം പലപ്പോഴും ബുദ്ധിയുടെ ആ ശേഷിയിലേക്ക് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ കുട്ടികൾക്കാണ് പലപ്പോഴും ബുദ്ധി കൂടുതൽ, പക്ഷേ കുട്ടികൾ വിജയിക്കാറില്ല. അപ്പോൾ ഓർമ്മയും ബുദ്ധിയും തമ്മിൽ അങ്ങനെ കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, ബുദ്ധിയുടെ അടിസ്ഥാനമായി ഓർമ്മ വർത്തിക്കുന്നു. ഇത് ഡീഗ്രൂട്ട് പരീക്ഷണത്തിന് ശേഷം പിന്നെ ഒട്ടനവധി പരീക്ഷണങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ പാവ്ലോവ് മുതൽ പിൽക്കാലത്ത് നടന്ന മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രവർത്തനത്തിന് ഭൗതികവാദപരമായി വിശദീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ പരീക്ഷണങ്ങളുടെ വലിയ ഒരു നിര തന്നെയുണ്ട്. ആ നിരയ്ക്ക് അകത്തുനിന്ന് തെളിയിക്കപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഇതാണ്: ഓർമ്മയും ബുദ്ധിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ അല്ല ഉള്ളത്, ഒന്നിൻ്റെ പുറത്താണ് മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇത് കാണാതെ പഠിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഓർമ്മയും ബുദ്ധിയും തമ്മിലുള്ള ആ ബന്ധത്തിനെ ഇല്ലാതാക്കി, അതിനെ സൈദ്ധാന്തികമായി നിരാകരിച്ചു. എന്നിട്ട് അവിടെ ആ ഓർമ്മയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചെടുത്ത ശാസ്ത്രീയത അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് വരുന്നതല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നല്ല ഇതൊന്നും ഉൾക്കൊണ്ടിട്ടുള്ളത്. അതൊക്കെ തന്നെ ഓർമ്മയിലാണ് സൂക്ഷിക്കപ്പെടേണ്ടത്. അതിനെയെല്ലാം ഇല്ലാതാക്കുന്നു. അതോടുകൂടി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വീണ്ടും പരമ്പരാഗത വിശ്വാസങ്ങളിലേക്ക് പോകുന്നു. ഈ സിസ്റ്റം അനുസരിച്ച് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരമാവധി പരിധിയുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന. അത് ജനാധിപത്യ സങ്കല്പത്തിലാകട്ടെ ശാസ്ത്രീയ സങ്കല്പത്തിലാകട്ടെ ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാക്കപ്പെടുന്നു. അതായത് ഓരോരുത്തരെയും അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ പാരമ്പര്യമായ ചുറ്റുപാടിനകത്ത് തളച്ചിടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കിയത് ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ RSS വൽക്കരണം, വലതുപക്ഷവൽക്കരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന് ഇമ്പോസിഷനിലൂടെ വരുന്നത്, അടിച്ചമർത്തപ്പെടുന്നത്, അടിച്ചേൽപ്പിക്കുന്നത്. RSS ചെയ്യുന്നത് അതാണ്. ഈ വലതുപക്ഷ വിദ്യാഭ്യാസ നയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു.
മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരളവ് വരെയെങ്കിലും നിലനിൽക്കുന്ന ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് അതിൻ്റെ അടിയിൽ നിന്ന് പണിത് അതിനെ തുരങ്കം വച്ചുകൊണ്ട് മറിച്ചിടുക. അപ്പോൾ ഈ മനോഹരമായി കേരളത്തിൽ ഇത്തരത്തിൽ തുരങ്കം വച്ചുകൊണ്ട് മറിച്ചിട്ടതും അതുവഴി RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഇന്ത്യൻ മനസ്സുകളിൽ അല്ലെങ്കിൽ കേരളീയ മനസ്സുകളിൽ അതിന് പ്രചരിക്കുന്നതിനുള്ള ഒരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ് എന്നുള്ളതും മറന്നുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് പഴയ VK ഒരു കഥയ്ക്കകത്ത് VK ഈ കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട് സൗജന്യ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കഥ എഴുതുകൊണ്ടായിട്ടുണ്ട്. വായിച്ചു കാണും പലരും. അവസാനം ഈ ചർച്ച ചെയ്ത് അവസാനം എത്തുന്ന നിഗമനം ഇതാണ്: കൂലങ്കക്ഷമായ ചർച്ചകൾക്ക് ശേഷം സോഷ്യലിസം വേണമെന്നുള്ളവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് അത് സ്വീകരിക്കേണ്ട. അപ്പോൾ ആദ്യം ഒരു വാക്കുകൂടെ കൊടുക്കുന്നു: സൗജന്യ സോഷ്യലിസം. അപ്പോൾ ഇതിനപ്പുറം അതിനെ പരിഹസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഏതാണ്ട് ഈ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ സംഗതി എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ശാസ്ത്രീയതയും ഇല്ലാതാക്കുക. കാരണം ഓർമ്മയെ നിരാകരിക്കുന്നത് വഴി അത് സംഭവിക്കുന്ന പിന്നെ എന്താണ് സാധിക്കുന്നത്? പിന്നെ സംഭവിക്കുന്നത് എല്ലാവർക്കും സൗജന്യമായി ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും. ആ ചുറ്റുപാടിൽ എന്താണുള്ളത്? ചുറ്റുപാടിൽ ജാതി, അല്ലെങ്കിൽ ചുറ്റുപാടിൽ മതം, അല്ലെങ്കിൽ ചുറ്റുപാടിൽ ലിംഗ വ്യത്യാസം, അല്ലെങ്കിൽ ചുറ്റുപാടിൽ ഇത്തരത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരത്തിൽ നൂറുകണക്കിനുള്ള അടിച്ചമർത്തലുകളാണുള്ളത്. അപ്പോൾ ഇത് ഏറ്റെടുത്തുകൊള്ളുക, ഇതുമൊക്കെ പഠിച്ച് ഇതിനെ മഹത്വവൽക്കരിച്ച് ഇങ്ങനെ പ്രാദേശിക രാജാക്കന്മാരായി കഴിയുക. അതിനപ്പുറത്തേക്ക് ജനാധിപത്യ പൗരൻ അതുണ്ടാവുക എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യുക. അടിസ്ഥാനപരമായി ഇതാണ് അതിനകത്തൂടെ സംഭവിച്ചത്. 2020 പുതിയ വിദ്യാഭ്യാസ നയം RSS കൊണ്ടുവരുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് ഈ സാധനത്തിനെ എടുത്ത് അത് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി. കൺസ്ട്രക്റ്റിവിസം ഇപ്പോൾ അഖിലേന്ത്യാ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വലതുപക്ഷവൽക്കരണം കേവലം അടിച്ചേൽപ്പിക്കലിലൂടെ മാത്രമല്ല വരുന്നത്, അതിനകത്തുനിന്ന് തുരങ്കം വെച്ചുകൊണ്ട് നിലനിൽക്കുന്ന ശാസ്ത്രീയ ധാരണകളെ തുരങ്കം വെച്ചുകൊണ്ടും വരുന്നുണ്ട്. ഇതിനെ ഓരോന്നിനെയും പറ്റി വളരെ വിജിലൻ്റായി, വളരെ ബോധപൂർവം ഇതിനെ ശ്രദ്ധയോടുകൂടി കാണുന്നതിന് വേണ്ടി ഉള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തീർച്ചയായും ഇന്ന് നിരാശാകരമായ ഒരു കാലമായിരിക്കാം. കാരണം അതിനകത്ത് തർക്കമൊന്നും വേണ്ട, പറഞ്ഞ സംഗതിയോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇതിൻ്റെ പ്രതിപ്രവർത്തനവും ഉണ്ടാകും. നാളൊരു കാലത്ത് ബഹുജനങ്ങളുടെ വലിയ സമരങ്ങൾ ഉണ്ടായി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ അന്നെങ്കിലും ഈ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ സമരസജ്ജരായ സമരങ്ങളിൽ നിൽക്കുന്ന ജനാധിപത്യ പൗരന്മാരുടേതായ ഒരു ചെറിയ വിഭാഗങ്ങളെയെങ്കിലും അവിടെയായി ഉണ്ടാക്കി വയ്ക്കാൻ, സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ ജാതി ഉന്മൂലന പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. കാരണം മറ്റൊരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജനാധിപത്യ സമരങ്ങൾ വരുമ്പോഴും അത് മിസ്ഡയറക്റ്റഡ് ആയി പോവുകയും അതിൻ്റെ ദിശ വ്യതിചലിക്കപ്പെട്ടു പോവുകയും നമ്മൾ എങ്ങും എത്താതെ ആയി പോവുകയും ചെയ്യുന്നു. എന്തൊക്കെ ചെയ്താലും ശരി, RSSനെ പോലുള്ള ഒരു സംഘടന ഇത്രയും വലിയ വലതുപക്ഷ വാദം അല്ലെങ്കിൽ വലതുപക്ഷ നയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയാണ്, അവർ ഇന്ന് ഒരു കണക്ക് നോക്കുമ്പോൾ വളരെ വിജയശ്രീലാളിതരായി പോവുകയാണ്, തർക്കമറ്റ കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ മണ്ഡലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സാർവദേശീയ തലത്തിലുള്ള ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? കഴിഞ്ഞ 10 വർഷം മുമ്പ് മോദി അവിടെ ഇവിടെ പോകുമ്പോഴത്തേക്ക് വലിയ 10,000 കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോദിയെ വരവേൽക്കുകയാണെങ്കിൽ ഇന്ന് അത് സമരങ്ങളിലേക്ക് മാറി തുടങ്ങുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ഇന്ന് മോദിയെ വരവേൽക്കുന്നത് പഴയ സ്വാഗതമല്ല, പകരം പ്രതിഷേധ പ്രകടനങ്ങളാണ്. ഇത് കാനഡയിലും മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അന്തസ്സ് സാർവദേശീയ തലത്തിൽ വളരെ കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ RSS പ്രത്യയശാസ്ത്രം നടപ്പിലാക്കിയതിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി തന്നെ വളരെ താഴേക്ക് വന്നു എന്നുള്ളതാണ്. പ്രൊഫസർ ജെയിംസ് ഒരുപക്ഷെ കൂടുതൽ അദ്ദേഹത്തിന് പറയാൻ പറ്റും, പക്ഷേ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തിക ശാസ്ത്രകാരന്മാരുടെ ഇടയിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ GDP 4 ട്രില്യൺ ആണ് എന്ന് പറയുമ്പോൾ ആ 4 ട്രില്യൺ എന്നുള്ളത് യഥാർത്ഥത്തിൽ 2.5 ട്രില്യൺ അപ്പുറം കടക്കില്ല, ബാക്കിയുള്ളത് കെട്ടിച്ചമച്ചതാണ്. ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വെറും യുക്തിയില്ലാതെ അല്ല പറയുന്നത്,
പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ GDP എന്ന് പറയുന്നത് ആ സ്ഥലത്ത് എത്രമാത്രം ഒരു വർഷത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഉൽപ്പന്നങ്ങൾ, ഞാൻ 10 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്താൽ ആ 10 മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതും അതിൽ പെർ മണിക്കൂറുള്ള ശമ്പളവും കൂടി ഗുണിച്ചു കഴിയുമ്പോൾ ഞാൻ ഉൽപ്പാദനത്തിന് എത്ര സംഭാവന ചെയ്തു എന്നുള്ളത് കണക്ക് കിട്ടും. അതാണ് GDPയുടെ ഭാഗമാകേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എക്സ്പെൻസിന് അതിൻ്റെ ക്രൈറ്റീരിയ ആയി, ചെലവിനെ ആ എക്സ്പെൻസിനെ അതിൻ്റെ ക്രൈറ്റീരിയ ആക്കിയിട്ട് UPI പേയ്മെൻറ്റിന് അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ സംഗതിയായി. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സഖാവിന് രാവിലെ 10,000 രൂപ കടം കൊടുത്തു, നാളെ ആ സഖാവ് എനിക്ക് തിരിച്ചത് തരുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് 20,000 രൂപ GDPയുടെ ഭാഗമായി കണക്ക് കൂട്ടപ്പെടുന്നു. അവിടെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ GDP ഇന്നിപ്പോൾ ഇങ്ങനെ കൂട്ടി 7.5%, 8 ആയിട്ട് ഇങ്ങനെ വരുന്നത്. കാരണം ലോകത്തെ ചില അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രകാരന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യൻ GDP 3.25 ട്രില്യൺ അല്ലെങ്കിൽ 4 ട്രില്യൺ അടുത്തെത്തി നിൽക്കുന്നു, ഏറ്റവും വികസ്വരമായ സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയുന്നു. പക്ഷേ ഇത് ഒരു 10 വർഷം മുമ്പ് അല്ലെ 15 വർഷം മുമ്പ് ചൈന 4 ട്രില്യൺ എക്കോണമി ആയിരുന്നു. അന്നത്തെ ചൈനയെ നിങ്ങളൊന്ന് നോക്കുക. അന്നത്തെ ചൈനയിൽ ഏറ്റവും ഉന്നതമായ, ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല റോഡുകൾ ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് കിലോമീറ്റർ 400 km/h ഓടുന്ന ട്രെയിനുകൾ ഉണ്ടായിരുന്നു, ഏറ്റവും വലിയ കെട്ടിടങ്ങളും മറ്റ് സംഗതികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ മാനുഫാക്ചറിങ്ങിൻ്റെ ബേസ് മുഴുവൻ ഈ 4 ട്രില്യൺ എക്കോണമിയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്തുവാണ് ഈ 4 ട്രില്യൺ എക്കോണമി വന്നിട്ട് ഇതൊന്നും കാണാത്തത്? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ട്രില്യൺ കണക്കിൽ പറയുന്നു, അല്ലെങ്കിൽ 3.25 ട്രില്യൺ കണക്കിൽ പറയുന്നു. ആ കണക്കിൽ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നോക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് തുരവും വളരെ താഴെയുള്ള കാര്യങ്ങളെയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ സാമ്പത്തിക ശാസ്ത്രകാരന്മാർ ഇന്ത്യയുടെ ഈ കെട്ടിച്ചമയ്ക്കപ്പെട്ട കണക്കിനെ പരിഹാസത്തോടു കൂടി പലരും കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ഫോർബ്സ് മാഗസിൻ്റെ ലോകത്തെ പണക്കാരെയും അത്തരത്തിലുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്റ്റാറ്റിസ്റ്റിക്കലായ കണക്കുകൾ, വലിയ സമ്പന്നന്മാരാരാണ്, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഏതാണ്ട് ഒരു 10-12 ദിവസം മുമ്പ് ഫോർബ്സ് 2025 ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 10 രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പട്ടികയിൽ ഇസ്രായേലും സൗദി അറേബ്യയും കാനഡയും ഒക്കെ ഉണ്ട്, എന്തിന് ദക്ഷിണ കൊറിയ പോലുമുണ്ട്. പക്ഷേ ഇന്ത്യ ഇല്ല. കാരണം ഇന്ത്യൻ GDPയെയും ഇന്ത്യയുടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെയും ഇന്ന് സാർവദേശീയ തലത്തിൽ പല ആൾക്കാരും, അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാർ ഇന്ന് പരിഹാസ്യമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വലതുപക്ഷവൽക്കരണം ഒരു വശത്തുനിന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ മറുവശത്ത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറുവശത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അത് ഭാവിയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. കാരണം ആ പ്രതിസന്ധിയാണ് ബഹുജന സമരങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. ഇന്ന് വളരെ ശക്തമായി ഉറപ്പോടുകൂടിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ അതിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കർഷക സമരമാണ്. പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെ സംഘടിതമായ പ്രതിഷേധങ്ങൾ, അതാണ് ഇത്തരം ഫാസിസ്റ്റ് ഭരണകർത്താക്കളെ ജനങ്ങളുടെ കൈപ്പിടിയിൽ കൊണ്ടുവരുന്നത്, ജനങ്ങളുടെ പരമാധികാരത്തിന് കീഴിൽ കൊണ്ടുവരുന്നത്. ആ പ്രതിഷേധങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? പ്രതിഷേധങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധി അത് വ്യാവസായിക മേഖലയാകട്ടെ മറ്റ് മേഖലകളാകട്ടെ ഇന്ത്യയിൽ ഇന്ന് കാണാവുന്നതാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഒരു വികസനോന്മുഖമായ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് കാർഷിക മേഖലയെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ്, നിർമ്മാണത്തിൻ്റെ ആ മേഖല കൂടുതൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഇന്ത്യയിൽ അത് താഴോട്ടാണ്, മാനുഫാക്ചറിങ് മേഖല താഴോട്ടാണ് വരുന്നത്, കാർഷിക മേഖല നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് വികസനോന്മുഖമായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇങ്ങനെ വരുന്നത്? അപ്പോൾ ഈ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത് ശരിയാണ്, ഇന്ന് എല്ലാവരെയും അത് അടിച്ചമർത്തി ഭരിക്കുന്നു, പ്രതിഷേധമുള്ള ആൾക്കാരെ തട്ടിക്കളയുന്നു. സഖാവ് ജെയിംസ് പറഞ്ഞതുപോലെ നാളെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റൂ എന്ന് നമുക്കൊക്കെ ഭയപ്പാടുണ്ടാകുന്ന അവസ്ഥ വരുന്നു. അത് പ്രശ്നത്തിൻ്റെ ഒരു വശമാണ്. മറ്റൊരു വശത്ത് അത് ഇന്ത്യൻ മുതലാളിത്തത്തിന് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഉള്ളിൽ നിന്ന് അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറെ വൈകാതെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. അത് വീണ്ടും ജനാധിപത്യ വിശ്വാസികൾക്ക് ബഹുജന സമരങ്ങളുമായി, ജനാധിപത്യ സമരങ്ങളുമായി മുന്നോട്ട് വരുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കും
എന്നതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ കാലത്തേക്ക് ഈ ജനാധിപത്യ വിശ്വാസത്തിനെയും ജനാധിപത്യ സങ്കല്പങ്ങളെയും ശാസ്ത്രീയ സങ്കല്പങ്ങളെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സങ്കല്പങ്ങളെയും ഒക്കെ നമുക്ക് ചെറുതാണെങ്കിലും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പാതയിൽ നടത്തുന്ന ചെറിയ ഏടുകളായി അല്ലെങ്കിൽ ചെറിയ കാൽവയ്പ്പുകളായി ഇന്നത്തെ ഒരു ചെറുതായെങ്കിലുമുള്ള ആ പ്രതിഷേധ പരിപാടിയെ ഞാൻ വിലയിരുത്തുകയാണ്. ഇത് സംഘടിപ്പിച്ച ആൾക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. നന്ദി.